ഇമ്മ, ഞാൻ വെറുതെ പറയല്ലമ്മ, സത്യത്തിൽ അവിടെ നിക്കാൻ കഴിയണില്ല. ഇജ് പറഞ്ഞ കാര്യത്തിലൊന്ന് ഒരു കയമ്പുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നണില്ല. എന്ത് കയമ്പാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളത് മോളെ? അവിടെ എനിക്ക് എന്റെ അമ്മായിമാനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, നാത്തൂനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇളച്ചന്മാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല, മൂത്തച്ഛനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ എന്ത് ഇജ് വന്ന് പറഞ്ഞത്? ഇത്രയും നല്ല കുടുംബത്തിൽ തന്നെ ഒരു ബന്ധം കിട്ടിയത് വലിയ കാര്യല്ലേ? ഒന്നും രണ്ടും പണ്ടാണ് എനിക്ക് തന്നിക്കണത്. ഇജ് ഓൻ തച്ച് കുത്തി എന്നൊക്കെ വന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് തോണ്ടിയാലും എനിക്കത് പ്രശ്നമായാല് അത് എന്നെ ഞങ്ങൾ ലാളിച്ച് വളർത്തിയതിന്റെ കേടാണ്. ഇജൊന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ ഒരു പരാതിയായിട്ട് വരേണ്ടതാണോ ഇജതൊക്കെ? ഇജിപ്പൊ ഈ കേറി വന്നതന്നെ വലിയ തെറ്റല്ലേ? തെറ്റന്നല്ലേ? ഓന്റെ പെരക്കാരറിഞ്ഞിക്കണോ ഇജ് പോന്നത്? ഇജൊന്ന് കാര്യം മനസ്സിലാക്കണോ? നമ്മളോടൊരു ഇത് കഴിഞ്ഞതാന്ന് ഇജ് മനസ്സിലാക്കണം. എന്റെ ഇതേമാരിക്ക് പരാതി വന്ന് പറഞ്ഞു, എന്നിട്ട് ഞങ്ങളത് വിശ്വസിച്ചിട്ട് എന്താ സംഭവിച്ചത്? അനക്കറിയില്ലേ? എന്റെ ഇപ്പൊ ഇവിടെ ജോലിക്ക് പോണ്. ഇത്താക്ക് വേറൊരു ബന്ധം കിട്ടണില്ല. ആര് വന്ന് കല്യാണം വന്ന് അന്വേഷിച്ചാലും എന്താ പറഞ്ഞത്? 2 കൊല്ലം ഓനോ ഒരുത്തന്റെ കൂടെ കഴിഞ്ഞ് വന്ന് നിക്കാന്നേ പറയുന്നതുള്ളൂ അല്ലേ? ഉള്ളായ കടും കള്ളിയും വാങ്ങിയിട്ടാണ് എന്നെ കെട്ടിച്ചത്. ഒന്നിനെ കെട്ടിച്ചുകാണ്ട് അതിന്റെ പണ്ട് ഓൻ തൂർത്തടിച്ച് ലാസ്റ്റ് ഓള് പറഞ്ഞിക്ക് പണ്ടും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് കൊടുത്ത പണ്ടും വേണ്ട ഒന്നും വേണ്ട, എനിക്കിന്റെ തടി കിട്ടിയാൽ മതി നനങ്ങാണ്ട് ഓള് ഈ പെരന്റെ ഉള്ളിൽ വന്നിരുന്നു. ഇപ്പൊ ഓൻ അതാ നല്ലപോലെ കല്യാണം കഴിച്ചിങ്ങാണ്ട് ഓനക്കൊരു കുട്ടിയായി. ഇപ്പൊ ആർക്കാ ഇപ്പൊ അത്? എന്റെ താത്താക്കല്ലേ? അതേപോലെ ഒരു ജീവിതം അനക്കും ആക്കണ. നിങ്ങള് തീരെ സങ്കടം സഹിച്ച് നിക്കൂല. സങ്കടം എന്നല്ല, ഇതിനൊന്നും സങ്കടം എന്ന് പറയില്ല. എടി കുറച്ചൊക്കെ തല്ലലും കുത്തലും ഒക്കെ ഉണ്ടാവുകയാണിങ്ങള്. എനിക്കൊരു അമ്മായിമ്മ പോരില്ല, ഒരു നാത്തും പോരില്ല. ഇമ്മൊക്കെ എന്തോരം സഹിച്ചിക്കണെന്ന് അറിയാം എനിക്ക്. ഇന്നൊക്കെ നല്ല എൻ്റെ ഒപ്പ അടിച്ചിരുന്ന് പേരിന് എൻ്റെ വല്യമ്മ ഇത് കൂട്ട്. വല്യമ്മ ഓരോന്ന് പറഞ്ഞു കൊടുക്കും എൻ്റെ ഇപ്പ പണി കഴിഞ്ഞ് വരുമ്പോത്തിന്. എന്നിട്ട് എൻ്റെ ഇപ്പൊ അത് കേട്ടിട്ട് ഇന്നോട് 1 ആയി 2 ആയി പറച്ചില് ലാസ്റ്റ് അടിമല വരെ എത്തും. അത് ഞാൻ സഹിച്ചു നിന്നീലേ. ഇപ്പത്തെ ഇങ്ങൾക്കൊന്നും ഇങ്ങനെ സഹിച്ചു നിക്കാൻ വെച്ചാന്ന് പറഞ്ഞാല് എന്താ ഇപ്പൊ നിങ്ങളെ ആയപ്പാട്? ഇങ്ങളെന്നൊന്നും മനസ്സിലാക്കി. ഇങ്ങളെന്താ ഇങ്ങനെ ആയാല്? ഇമ്മക്ക് അറിയാഞ്ഞിട്ട. അയാൾ എന്നെ നല്ലോ ഉപദ്രവിക്കുമ്മ, എന്നെ നല്ലോ അടിക്കും. സംശയാണ്. ഒരാളോട് ഫോൺ വിളിക്കാൻ പറ്റൂല. പിന്നെന്താ പറയല്, ഒരു തരം ഭ്രാന്ത് പോലെ. പുറത്ത ആള് നല്ല മാന്യനാണ്. റൂമിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരം മൊത്തം അയാള് ബെൽറ്റ് ഇട്ട് അടിച്ച് പാടമ്മ. പിന്നെ അന്നെങ്ങനെ തല്ലി പാടാക്കുകയാണല്ലോ. എന്താ ഞങ്ങളെന്താ പൊട്ടന്മാരാണോ അന്നെങ്ങനെ തല്ലി പാടാക്കണ്ടെന്ന് ചോദിക്കാന്? ഇജ് പറഞ്ഞതിലൊന്നും ഇന്റെ തലമ്മ കേറൂല മോളെ. ഇതൊന്നല്ല ഇങ്ങളെ ജീവിതം ഒന്നല്ല ജീവിതം. കുറച്ചൊക്കെ സഹിച്ചും കണ്ടും കേട്ടില്ലാന്ന് പറഞ്ഞിട്ട് ജീവിക്കണം. ഇത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മൂക്ക് തെറിച്ച് പോണ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത്ര നല്ലതല്ല. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? ഇങ്ങക്ക് നല്ലൊരു ബന്ധം കെട്ടിച്ചു തന്നിട്ട് അത് വേണ്ടാന്ന് നിങ്ങളുടെ ഇട്ടെറിഞ്ഞ് പോരുമ്പോൾ ഈ പെരന്റെ ഉള്ളിൽ ഇരിക്കണ തന്തന്റെയും തള്ളന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചാക്കാത്ത എന്താ? നിങ്ങൾക്ക് അതൊന്ന് ചിന്തിച്ചൂടെ? എല്ലതും നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളെ ജീവിതത്തിന്റെ സുഖം മാത്രം നോക്കിയ നടക്കണ എന്തിനാ? അല്ല ഞങ്ങൾക്ക് നിങ്ങളൊരു അവകാശം ഇല്ലേ? നിങ്ങൾക്ക് ഞങ്ങളൊരു ഉപദേശിക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. ഇമ്മ പറഞ്ഞേക്ക് ഇപ്പൊ മനസ്സിലായി. ഞാനാണ് പിന്നെ ഓരോന്ന് എടുത്ത് ചാടി വന്നത്. ഒക്കെ മനസ്സിലായി ഇമ്മ പറഞ്ഞതിന്റെ പൊരുളെന്താന്നുള്ളത്. ഞാൻ പോട്ടമ്മ. അതാ നല്ലത്. ഇമ്മാന്റെ കുട്ടിക്ക് അതാ നല്ലത്. ഉമ്മാന്റെ കുട്ടിയെ ഞാൻ പൊയ്ക്കോ. ഇനിയിപ്പോ ഏതായാലും വന്നീലേ, വന്ന സ്ഥിതിക്ക് വെയിലറിയിട്ട് പോയാ മതി. ചായ ഒക്കെ കുടിച്ച് വെയിലറിയിട്ട് പോയാ മതി. അല്ലെങ്കിൽ വേണ്ട, ഓനോട് വരാൻ പറയും അനെ കൊണ്ടുപോവാന്.
ഇമ്മാന്റെ കുട്ടിക്ക് ദേഷ്യം ഒന്നും തോന്നണ്ട കേട്ടോ. നമ്മളെ പെരയത്തെ അവസ്ഥ എനിക്ക് അറിയണല്ലേ. ഇപ്പോഴും എൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ആ തന്ത നയിക്കുകയാണ്. എൻ്റെ ഇത്താന്റെ ജീവിതം കാണുന്നതല്ലേ. ഇത്താത്ത അവിടെ നിന്ന് ഇറങ്ങി പോന്നാലോ? ഇത്താത്തപ്പോ അന്തസ്സായിട്ട് ഒരു കടയിൽ പോയി ജോലി ചെയ്ത് ജീവിക്കണേ. അതുകൊണ്ടാണ് ഇമ്മ ഈ പറയുന്നത് കുറച്ചൊക്കെ ഉമ്മാന്റെ കുട്ടി സഹിച്ചും പിടിച്ചും നിക്ക്. അതിന് മാത്രം തല്ലും കുത്തലും ഓൻ ചെയ്യണില്ല എൻ്റെ ഈ മുഖം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ജി പറഞ്ഞ മേത്ത പാടുകളും മോത്ത പാടുകളും എന്താ ഇപ്പൊ എന്നോട് ഇപ്പൊ ഞങ്ങൾ പറയല്? ഇതൊക്കെ വല്ല സിനിമയിലൊക്കെ അല്ലേ നമ്മൾ കാണുള്ളൂ. മാപ്പിള തച്ചിട്ട് മേല് വേദന ആക്കുക, വല്ല സീരിയലിലൊക്കെ കാണുള്ളൂ. ജീവിതത്തിൽ ഇങ്ങനൊക്കെ നടക്കുവോ? ഉമ്മാന്റെ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്നും കൂടി അടങ്ങി ഒതുങ്ങി ഒന്ന് ജീവിക്കാൻ നോക്ക് ട്ടാ. അത്ര ഉമ്മാന്റെ കുട്ടീനോട് പറയാനുള്ളൂ. പിന്നെ നമ്മൾ പെരയത്തെ സാഹചര്യം കൂടി ഉമ്മാന്റെ കുട്ടി മനസ്സിലാക്കണം. ഒന്നും വേണ്ട, എൻ്റെ മുന്നിൽ നിൽക്കണ ഇത്താന്റെ കാര്യം തന്നെ ചെന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ ഇത്താക്ക് ഇപ്പോഴും ഒരു പ്രശ്നം. എൻ്റെ ഇത്ത എന്താ പറച്ചില് സന്തോഷമുള്ള ആ ജീവിതത്തിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾക്ക് എത്ര വലിയ സന്തോഷമായിട്ട് തോന്നണില്ല. അത് ഒരു ഇത് കിട്ടണിയല്ലോ, ജീവിതം രണ്ടാമത് ഓൾക്ക് കിട്ടണിയല്ലോ. ഓളെന്താ പറഞ്ഞു, ഇനിയൊരു ജീവിതം വേണ്ടാന്ന്. എന്താണ് ഓളെ മനസ്സിലിരിക്കുന്ന ഓൾക്ക് തന്നെ അറിയുള്ളൂ. അതേപോലെ എന്റെ കുട്ടിന്റെ ജീവിതം ഞാൻ ആക്കണോ? ആകെ 2 പെൺമക്കളാണ് പഠിച്ചം തന്നിട്ടുള്ളൂ. ആ 2 പെൺകുട്ടികളെ ജീവിതം ഇങ്ങനെ വയ്യാതാരാവണോ? അതുകൊണ്ടാ പറഞ്ഞത് ഉമ്മാന്റെ കുട്ടി ഒന്ന് പറഞ്ഞത് കേട്ട് നിൽക്കുക. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നിൽക്കണം. ഞാൻ പറഞ്ഞില്ല ഇമ്മാന്റെ ജീവിതം തന്നെ ഇപ്പൊ വല്യമ്മക്ക് എന്നോട് പെരുത്തി ഇഷ്ടാണ്. അതൊന്ന് നോക്കിയിട്ട് കാര്യം. ആയ കാലത്തൊക്കെ എന്തേന്ന് നിക്ക് നല്ലോ അറിയാം. അതുകൊണ്ടാ പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നാ നടക്കുമ്പോ അതൊന്ന് തുന്നിയിട്ടേ വരാം. ഇജവിടെ പോയിരിക്ക് കുറച്ചേരം. ഇതൊന്നും തുന്നട്ടോ. കണ്ടില്ലേ മാക്സി കീറിയത്? എൻ്റെ ആ തന്തനോട് എനിക്കൊന്നും പറയാൻ തോന്നൂല. എന്താ പറയാൻ തോന്നാത്തെന്നുള്ള അതിന്റെ നയിപ്പ്, കടം വീട്ടാളെ നയിപ്പ് കണ്ടിട്ടാണ് ട്ടാ. ഉമ്മാന്റെ കുട്ടി പറഞ്ഞത് മനസ്സിലാക്ക്. ചെല്ല് മണ്ട്. വേറെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെ കാണാൻ വരുന്നുള്ളത്. ജോലിക്ക് പോയിക്കാണ്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട് ഇമ്മനെ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ല. അതുകൊണ്ട് നല്ല സന്തോഷമായി. മറ്റേത് എന്തോ ഞങ്ങോട്ട് വന്നിരുന്നു. ഞാൻ കുറച്ചേരം പോയി കിടക്കട്ടെ അമ്മ. ഇപ്പത്തെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഓ എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാന്നറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞത് എനിക്ക് ഓൾക്ക് മനസ്സിലായിക്കണെന്നാ തോന്നണത്. മനസ്സിലായി കിട്ടിയാൽ മതിയാണ്. എന്നാ തന്നെ വലിയൊരു ഹയറാണ്. എന്നാലും എന്തിനാലേ ആ കുട്ടി ഇങ്ങനെ ചെയ്തത്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോലും ചെയ്തില്ലല്ലോ. അതിന്റെ മുഖം ഇങ്ങനെ കണ്ണില് കാണുന്നേ. ഓ 10-20 വയസ്സെല്ലാം ആയിട്ടുള്ളൂ. ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ മുന്നേ ഈ കുട്ടി കടുങ്കൈ ചെയ്തപ്പോഴോ ഒരു നിമിഷം പോലും ആ കുട്ടി ചിന്തിച്ചില്ലല്ലോ. ഒന്നല്ലെങ്കിൽ ഈ പെരക്കാരെ പറ്റി ചിന്തിച്ചാ പോരായിന്ന, ഇങ്ങളെ പറ്റി ചിന്തിച്ചാ പോരായിന്ന. ഇക്കറിയില്ലല്ലോ ഇപ്പൊ ഓള് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്നുള്ളത്. ഞാൻ കരുതിയത് എന്താണ്, എന്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഇത്രയും ദുരിതം അവിടെ അനുഭവിക്കണ്ടു എന്നുള്ളതും ഓള് പറഞ്ഞില്ല. ഓനടിക്കുണ്ട്, എപ്പോഴും സംശയരോഗാണ്, ചീത്ത പറയും, അതൊക്കെ പറഞ്ഞതോള്. പക്ഷെ ഇതാണ് എന്നോള് പറഞ്ഞില്ലല്ലോ. ഇത്രക്ക് അനുഭവിച്ചിട്ടാണ് ഓളിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളും ആലോചിച്ചില്ല നിങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിൽ ഇങ്ങനൊക്കെ ഉണ്ട് എന്നുള്ളത്. നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ തള്ളാരെ അങ്ങനെയൊക്കെ അല്ലേ ചിന്തിക്കുള്ളൂ. മക്കള് ആരാൻ്റെ പെരയൊക്കെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്നുള്ള ഓരോ ചിന്തയിലല്ലേ ജീവിക്കുക. അവരെ മനസ്സെന്താണെന്നും അവരെന്താ അവിടെ അനുഭവിക്കണമെന്ന് പോലും നമ്മൾ ശരിക്കും നല്ലപോലെ ചോദിച്ചറിയില്ല. ഞാൻ എന്തേ കരുതിയത് എൻ്റെ ഒരു കുട്ടീൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചിരിക്കുകയാണ്, അതേപോലെ ഓള് ജീവിതം നശിക്കണ്ടാതെ കരുതിയത്. പക്ഷെ ഓള് അതെല്ലാം ചിന്തിച്ച്, പക്ഷെ ഓള്
ഈ ലോകത്തുനിന്ന് തന്നെ പോവാനാ ഓള് തീരുമാനിച്ചത്. എന്നാലും ആലോചിക്കുമ്പോ ഒരു നെഞ്ഞത്ത് പിടക്കൽ. എന്റെ കുട്ടിനെ അന്ന് കണ്ടതാ ഞാൻ നല്ലപ്പോ, പിന്നെ കാണുന്നത് ഓള് മരിച്ചു കിടക്കുന്നത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഈ കരയിലല്ല ഓളിപ്പോ ഇങ്ങനൊക്കെ ചെയ്യാനുള്ള പുറപ്പാടാന്നുള്ളത്. ഇത്രയും ഓളോട് അനുഭവിച്ചിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ വിഷമിക്കേണ്ട താത്ത, പഠിച്ചവന്റെ വിധി ഇതാവും. ഓൾക്ക് ഇത്ര ആവും ചിലപ്പോൾ ആയുസ് ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ ആ തോന്നലോള് ചെയ്തതാവും. എല്ലാം ഇപ്പൊ എന്താ പറയല്. ഇക്കൊണ്ട് 2-3 വളർന്നു വരണേ. ഞാൻ ഇതോടെ ഒരു കാര്യം ചിന്തിച്ച്, എൻ്റെ മക്കളെ കെട്ടിച്ചു വിട്ടുണ്ടെങ്കിൽ എന്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോട് പറയും ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്നുള്ളത്. ഇതുപോലത്തെ ഒരു ദുരന്തം ഇനി നമുക്ക് സഹിക്കുമോ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ആ കുട്ടി ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ നെഞ്ഞത്തൊരു പെടാപാട്. എന്നാലും എൻ്റെ കുട്ടി ഇങ്ങനത്തെ ഒരു കടും കൈ ചെയ്യുന്നുള്ളതേ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നോട് അവിടുന്ന് ഇറങ്ങി പോകുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? വല്യമ്മ, ഞാൻ പോയിട്ട് വരാട്ടോ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുതേന്ന്. അപ്പൊ ഞാൻ കൊറേ ചിന്തിച്ച് എന്തിനാ ഈ കുട്ടി ഇങ്ങനൊക്കെ പറയണേന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഈ കുട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കണെന്നുള്ളത്. ഓള് ഇവിടെ സങ്കടം വന്ന് പറഞ്ഞപ്പോള് ഇപ്പോള് വിചാരിച്ചത് എന്താ, ചെറിയ എന്തോ സൗന്ദര്യ പണക്കാന്നാണ്. ഇത്രയും ആ കുട്ടി അവിടെ നിന്ന് അനുഭവിക്കണ്ട് എന്നുള്ളത് ഞമ്മക്കറിയില്ലല്ലോ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഓളെ ഞമ്മക്ക് നഷ്ടപ്പെട്ടു. ഇനി ഓളെ നമുക്ക് കിട്ടൂല. അത് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാം. അല്ലാതെ ഇപ്പൊ ഒരു മാർഗമില്ല. അതന്നെ വല്യമ്മ താത്താനോട് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്തിനാ ഇപ്പൊ വിഷമിക്കണെന്നുള്ളത്. പോയത് പോയേനെ നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. ഇനിയുള്ള ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധി കൊടുക്കാതിരിക്കട്ടെ. പക്ഷെങ്കില് എന്റെ കുട്ടീനെ ഈ സ്ഥിതിക്ക് എത്തിച്ച ആ പെരക്കാരെ വെറുതെ വിടരുത്. ഈ കാത്തിൽ ചിന്തയിലുള്ളൂ. എന്തോരനുഭവിച്ചിട്ടുണ്ടാവും എന്റെ കുട്ടി. അതല്ലേ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യും. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്ന് ചിന്തിച്ചാ പോരായിന്ന. നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവൂലെന്ന് പറഞ്ഞു ഒന്ന് വാശി പിടിച്ചാ മതി. 2 ദിവസം 3 ദിവസമൊക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. പിന്നെ അത് അടങ്ങുന്നാണ്ട് വിചാരിച്ചാ മതിയായിരുന്നു. ഓളെ വാപ്പാനി ഓളമ്മാനി ഓൾക്കറിയണതല്ലേ. എന്നാലും നെഞ്ഞത്ത് കിടന്നൊരു വേദന. ഈ കുട്ടി ഇങ്ങനെ ചെയ്തല്ലോ, അതിന്റെ ചെറി കളി ആലോചിക്കാൻ വെച്ച. എന്താ പറയല്, കിടന്ന കണ്ണ് ചിമ്പിന്റെ കുട്ടിന്റെ മുഖം കാണുന്നത്. എന്ന് കുടിച്ചതൊരിറ്റു വെള്ളം നിറയുമ്പോള് ഉള്ളൊക്കെ പോയി. ഒരുത്തി റൂമിൽ കിടന്നിട്ട് നീക്കണ പോലും ഇല്ല. അതിന്റെ ചോരല്ലേ പോയത്. അവളത്ര ധൈര്യം പോലും ഈ കുട്ടി കാട്ടിയില്ലല്ലോ. ഇനിയിപ്പോ പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യം. ഒരുത്തവിടെ പണിക്കും പോണില്ല, തിന്നണോയോ കുടിച്ചണോ. പോയില്ലേ, തിരിച്ചു കിട്ടൂലല്ലോ. പോയി നഷ്ടപ്പെടാളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. ഞമ്മള് പറഞ്ഞിട്ടും കാര്യമില്ല.
കൊറേ കരഞ്ഞിട്ടും കാര്യമില്ല. പടച്ചോന് പൊറക്കലിനെ കൊടുക്കട്ടെ ഓൾക്ക്. ഇന്റെ ആളിഞ്ഞേ ഓരോന്ന് ആലോചിക്കണ്ട. പോയത് പോയില്ലേ, ഞമ്മക്ക് കിട്ടൂല ഓളെ. ഇന്റെ ആള് പോയിട്ട് വല്ലതും കുടിക്കാൻ നോക്ക്. ആ പെണ്ണത എന്നിട്ട് വെള്ളം കുടിച്ചത് ഞാനും കൂടി ഞമ്മക്ക് നഷ്ടപ്പെടുത്താൻ വെച്ച. ചെന്നിട്ടേ വല്ലതും കുടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വല്ലതും അതിനെങ്കിലും കൊടുക്കാൻ നോക്ക്. ഇങ്ങനെ കണ്ണീരാർത്തോണ്ടേ ഞമ്മക്ക് ഓളെ കിട്ടൂല. ചെല്ലിന്റെ ആള്. ഇങ്ങനെ മനസ്സിന്ന് പോവുക എന്റെ കുട്ടിന്റെ മുഖം. കണ്ണ് ചിമ്പിയോളം മുഖം കാണുന്നത്. ഈ പ്രായത്തിൽ ഈ കളവിക്ക് ഇതൊക്കെ നല്ല അനുഭവി കളവീതിനാഥം.